ഹലോ മക്കളെ, എന്തല്ല എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാനെങ്ങാനും അംബാനി ആയിരുന്നെങ്കിൽ, അല്ലേ? ഞാനെങ്ങാനും അംബാനി ആയിരുന്നെങ്കിൽ കേട്ടിട്ടുണ്ടോ? എങ്കിൽ എങ്കിൽ അല്ലെ, ആയിരുന്നെങ്കിൽ. അപ്പം എന്താണ് ഈ എങ്കിൽ അല്ലെ? ഒരു കണ്ടീഷൻഡ് ക്ലോസ്. നീ വരുമെങ്കിൽ ഞാനും വരാം ക്ലാസ്സിലേക്ക്. നീ കല്യാണത്തിന് പോകുന്നുണ്ടെങ്കിൽ ഞാനും കല്യാണത്തിന് വരാം. നീ നീ ഉമ്മാന്റെ വീട്ടിലേക്ക് പോവുകയാണെങ്കിൽ ഞാനും എൻ്റെ ഉമ്മാന്റെ വീട്ടിലേക്ക് പോവുകയാണ് എങ്കിൽ, അല്ലെ? പോവുകയാണെങ്കിൽ എന്താണത്? യെസ്, നിങ്ങൾ കേട്ട പോലെ തന്നെ ഇഫ് ക്ലോസ്. നമ്മൾ ഇംഗ്ലീഷിൽ നമ്മുടെ എക്സാമിനൊക്കെ ചില കുട്ടികൾ ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമുണ്ട്. എന്താണ് ഇഫ് ക്ലോസ്? നമ്മൾ ഇന്ന് ഇഫ് ക്ലോസ് കംപ്ലീറ്റ് പച്ചവെള്ളം അല്ലെ, ലൈക്ക് ഗ്രീൻ വാട്ടർ, അതുപോലെ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അപ്പൊ എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. സോ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് നമ്മുടെ ചാപ്റ്ററിലേക്ക് പോകാം. യെസ്, എന്താണ് ഇഫ് ക്ലോസ്? യെസ്, ഇഫ് ക്ലോസ് നിങ്ങൾക്ക് പരിചയമുള്ള ഒരു ക്വസ്റ്റ്യൻ ഇവിടെ തന്നിട്ടുണ്ട്. ഒരു ഫ്രണ്ട് ചോദിക്കുകയാണ്, നമ്മുടെ ശ്രീകാന്ത് പിള്ളയോടാണ് ചോദിക്കുന്നത്. ഇഫ് യു ടെൽ യുവർ ഫാദർ, അവിടെ ഫെല്ലാണ് എഴുതിയിട്ടുള്ളത്, ഫെല്ലല്ല കേട്ടോ, ടെല്ലാണ്. ഓക്കെ, ചെറിയൊരു എഴുതിയപ്പോ അല്ലെങ്കിൽ ടൈപ്പ് ചെയ്തപ്പോ പറ്റിയ മിസ്റ്റേക്ക് ആണ് കേട്ടോ. ഓക്കെ, ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം, നിങ്ങൾക്ക് അറിയാലോ. യെസ്, അപ്പം ഇഫ് യു ടെൽ യുവർ ഫാദർ ബ്ലാങ്ക്. അപ്പം ഇത് കണ്ടാൽ ആർക്കും മനസ്സിലാവും ഇതെന്താണ്? ഇത് ഇഫ് ക്ലോസ് ആണ്. ഒരു ഇഫ് ക്ലോസിന് രണ്ട് ഭാഗമാണുള്ളത്. ഒന്ന് ഇഫ് ക്ലോസ്, രണ്ട് മെയിൻ ക്ലോസ്. ഈ മെയിൻ ക്ലോസ് ആണ് നമ്മൾ എപ്പോഴും എഴുതേണ്ട ആവശ്യമായിട്ട് നമുക്ക് വരുന്നത്. ഓക്കെ, പല സാഹചര്യത്തിലും എനിക്ക് തോന്നുന്നു കുറച്ച് വർഷം മുന്നേ ഒക്കെ ഈ മെയിൻ ക്ലോസ് തന്നിട്ട് ഇഫ് ക്ലോസ് നമ്മൾ എഴുതേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്ത് തന്നെ ആയാലും നിയമം സെയിം ആണ്. നമ്മൾ ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും വർക്ക് ചെയ്യും കേട്ടോ. ഡോണ്ട് വറി, മേഹൂന ഞാനില്ലേ നിങ്ങൾക്ക്. ഓക്കെ, നമുക്ക് ഈ ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താണ് ഒരു ഇഫ് ക്ലോസ്? An if clause is a sentence used to talk about a condition and its result. It usually has two parts. ഞാനിപ്പോ പറഞ്ഞ കാര്യങ്ങൾ തന്നെ. ഓക്കെ, പേടിക്കൊന്നും വേണ്ട. ഇതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്? ഇഫ് കഴിഞ്ഞിട്ട് ഇഫ് ക്ലോസിന്റെ സ്ട്രക്ചർ ആണ് കേട്ടോ. ഇഫ് പ്ലസ് കണ്ടീഷൻ, അതായത് ഇഫ് ക്ലോസ് ആണ് കേട്ടോ. ഇഫ് നീ വരുമെങ്കിൽ, പിന്നെ അതിന്റെ റിസൾട്ട് നീ വരുമെങ്കിൽ റിസൾട്ട് എന്താ? ഞാനും വരും. ഓക്കെ, അതിന്റെ എക്സാമ്പിൾ ആണ് ഇഫ് ഇറ്റ് റെയിൻസ് വി വിൽ സ്റ്റേ അറ്റ് ഹോം. മഴ പെയ്താൽ ഞങ്ങൾ വീട്ടിൽ നിൽക്കും. ഓക്കെ, അപ്പം ഇഫ് ഇറ്റ് റെയിൻസ് എന്നുള്ളത് ഇവിടെ കണ്ടീഷൻ ആണ്, വി വിൽ സ്റ്റേ അറ്റ് ഹോം എന്നുള്ളത് റിസൾട്ട് ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കൊടുത്ത എക്സാമ്പിൾസ് ആണ് കേട്ടോ. അപ്പം ടു പാർട്സ് ഓഫ് എൻ ഇഫ് ക്ലോസ് എന്ന് പറയുന്നത്, ഒന്ന് ഇഫ് ക്ലോസ് ആണ്, കണ്ടീഷൻ പാർട്ട് ആണ്, രണ്ടാമത്തത് മെയിൻ ക്ലോസ് ആണ്. ഓക്കെ, അപ്പം ഇതിന്റെ മറ്റൊരു എക്സാമ്പിൾ ഇവിടെ ഉണ്ട്. ഇഫ് യു സ്റ്റഡി വെൽ, നീ നന്നായിട്ട് പഠിച്ചാൽ യു വിൽ പാസ് ദി എക്സാം, നീ എക്സാമിന് എന്ത് ചെയ്യും? നീ പാസ് ആവും. അപ്പൊ ഈ ഇഫ് ക്ലോസ് എഴുതാൻ വേണ്ടി അറിയാത്ത കുറച്ച് കുട്ടികളുണ്ട് അല്ലേ, അല്ലെങ്കിൽ എഴുതുമ്പോൾ തെറ്റി പോകുന്ന കുറച്ച് കുട്ടികളുണ്ട്. ആരും പേടിക്കണ്ട. ഇന്ന് നമ്മൾ ലൈക്ക് ഗ്രീൻ വാട്ടർ മക്കളെ, പച്ച വെള്ളം പോലെ നമ്മൾ എന്ത് ചെയ്യും? ഇഫ് ക്ലോസ് പഠിക്കുന്നതായിരിക്കും. മേഹൂന ഞാനില്ലേ നിങ്ങൾക്ക്. യെസ്, അടുത്ത നോക്കിക്കോളൂ. എന്താണ് ഇഫ് ക്ലോസിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്? ഇതാണ് ഇഫ് ക്ലോസിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ബേസിക്കലി മനസ്സിലാക്കാൻ വേണ്ടി ചെറിയൊരു ഫോർമാറ്റ് എന്ത് ചെയ്തിട്ടുണ്ട് ഞാൻ ഇവിടെ തന്നിട്ടുണ്ട്. ഇതൊന്ന് നോക്കിയേ നിങ്ങൾ. യെസ്, ഇഫ് ക്ലോസിന് 4 ടൈപ്പ് ഇഫ് ക്ലോസ് ആണുള്ളത്. ഒന്ന് സീറോ കണ്ടീഷണൽ, ഒന്ന് ഫസ്റ്റ് കണ്ടീഷണൽ, രണ്ട് സെക്കൻഡ് കണ്ടീഷണൽ, 3 തേർഡ് കണ്ടീഷണൽ. അങ്ങനെ 4 ടൈപ്പ്. സോറി, നമ്പർ തെറ്റി പോയിട്ടില്ലേ, സോറി, കുഴപ്പമില്ല. 4 കണ്ടീഷൻ, അങ്ങനെ 4 ടൈപ്പ് ആണുള്ളത്. ഈ 4 ടൈപ്പ് ഈ ഒരു എന്താ പറയാ ടേബിൾ കാണുമ്പോൾ നിങ്ങൾക്ക് പേടിയാവുന്നുണ്ട്, നിങ്ങൾക്ക് ടെൻഷൻ ആവുന്നുണ്ടെങ്കിൽ ഡോണ്ട് വറി, ഇത് സിമ്പിൾ ആയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഇവിടെ നോക്കാം. ടൈപ്സ് ഓഫ് ഇഫ് ക്ലോസസ്. സീറോ കണ്ടീഷണൽ, ഒരു ജനറൽ ട്രൂത്ത്. ഈ ഒരു ജനറൽ ട്രൂത്തിനെ കുറിച്ച് ചോദിക്കാറില്ല കേട്ടോ, ഈ ഒരു എക്സാമിന് ഈ ഒരു ക്വസ്റ്റ്യൻ കാണാറില്ല. സോ അതുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട കേട്ടോ, ഇതങ്ങനെ വരാറില്ല. ഒരു ജനറൽ ട്രൂത്തിനെ കുറിച്ചോ, ഒരു യൂണിവേഴ്സൽ ട്രൂത്തിനെ കുറിച്ചോ, അല്ലെങ്കിൽ ഒരു സയന്റിഫിക് ഫാക്റ്റിനെ കുറിച്ചോ ഒക്കെയാണ് എന്ത് ചെയ്തുള്ളത് ഈ ഒരു സീറോ കണ്ടീഷനിൽ വരാറുള്ളത്. ഇതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇഫ് പ്ലസ് പ്രസന്റ് ടെൻസ് ആയിരിക്കും എന്ത് ചെയ്യുക? മെയിൻ ക്ലോസിൽ ഉണ്ടാവുക. അതിന്റെ റിസൾട്ട് ആയിട്ട് നമുക്ക് പ്രസന്റ് ടെൻസ് തന്നെ എഴുതണം. സെയിം ടെൻസ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? എഴുതണം. ഓക്കെ, ഉദാഹരണത്തിന് ഇഫ് യു ഹീറ്റ് റൈസ്, നീ ഐസ് ചൂടാക്കിയാൽ ഇതെന്താവും? ഇറ്റ് മെൽറ്റ്സ്, അത് ഉരുകി ഒലിക്കുന്നതാണ്. ഇഫ് യു ഡോണ്ട് വാട്ടർ ദ പ്ലാന്റ്സ്, നീ ചെടിക്ക് വെള്ളം ഒഴിച്ചിട്ടില്ല എങ്കിൽ ദേ ഡൈ, അവര് മരിച്ചു പോകും. ഓക്കെ, ഇനി രണ്ടാമത്തെ കാര്യത്തിലേക്ക്. ഇതാണ് ആക്ച്വലി നമ്മുടെ ഒന്നാമത്തെ എന്ന് പറയുന്നത്. ഓക്കെ, ആക്ച്വലി നമ്മൾ ഒന്നാമത്തെ ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞത് സാധാരണ എക്സാമിന് അങ്ങനെ വരാറില്ല. ഓക്കെ, ആ എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻ ടൈപ്പ് ഒന്ന് ഇതാണ്, യൂസ്ഡ് ഫോർ റിയൽ ഓർ പോസിബിൾ സിറ്റുവേഷൻ ഇൻ ദ ഫ്യൂച്ചർ. അപ്പം വരാൻ പോകുന്ന ഫ്യൂച്ചറിൽ സാധ്യതയുള്ള ഒരു കാര്യത്തിനെ കുറിച്ച് പറയുന്ന ഒരു ക്ലോസ് ആണ്, ഒരു മെയിൻ ക്ലോസ് ആണ്, ഇഫ് ക്ലോസ് ആണ് ഇവിടെ വരാൻ പോകുന്നത്. നമുക്കൊന്ന് നോക്കാം ഇതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്. ഇഫ് വേണം, പ്രസന്റ് ടെൻസ് വേണം. അപ്പം പ്രസന്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പം നടക്കുന്ന കാര്യമായിരിക്കും അവിടെ പറയാ കേട്ടോ. അപ്പം ഇപ്പം നടക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ഉമ്മയുടെ വീട്ടിലേക്ക് പോവുകയാണെങ്കിൽ, നീ പോകുന്നുണ്ടെങ്കിൽ, അല്ലെ, ഇപ്പം നടക്കുന്ന കാര്യമാണ് അല്ലെ. വിൽ പ്ലസ് വേർബ് ആണ് അവിടെ വരേണ്ടത്. ഏതാണ്? വിൽ പ്ലസ് വേർബ്. പിന്നെ ഇവിടെ ഒരു സംഭവം ഉണ്ട്. ഈ വിൽ വേണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല കേട്ടോ. ഈ വില്ല്, ഷാള്,
ക്യാന് മേ അതിൽ ഏത് ഓക്സിലറി നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. പക്ഷെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ എക്സാമിന് വരുന്ന സമയത്ത് കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ അല്ലെങ്കിൽ കംപ്ലീറ്റ് ദ പാസേജ് എന്ന് തന്നിട്ടാണ്, അതിന്റെ ഇടയിലാണ് ഇഫ് ക്ലോസ് പലപ്പോഴും ചോദിക്കാറ്. അപ്പൊ ഇഫ് ക്ലോസ് കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്താൽ ഇഫ് ക്ലോസ് എഴുതാൻ വേണ്ടി. അതായത് ഇഫ് ക്ലോസിന്റെ തൊട്ട് താഴെ ഒരു ആൻസർ തന്നിട്ടുണ്ടെങ്കിൽ ആ ആൻസറിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യാൻ നമ്മൾ ഇഫ് ക്ലോസ് എഴുതാൻ വേണ്ടിയിട്ട്. ഡോണ്ട് വറി, ക്വസ്റ്റ്യൻസ് ഉണ്ട്, എന്റെ കയ്യിൽ ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമുക്ക് ചെയ്തു നോക്കാം കേട്ടോ. ഇഫ് യു സ്റ്റഡി ഹാർഡ്, ഉദാഹരണം ഇവിടെ തന്നിട്ടുണ്ട്, നീ നന്നായി പഠിച്ചാൽ യു വില്ല്, കണ്ടോ നിങ്ങൾ ഇവിടെ വില്ല് കണ്ടോ, പ്ലസ് വേർബ് കണ്ടോ, പാസ്, ഇതെന്താണ്, ഇത് V1 ആണ്. അപ്പം ഇഫ് വന്നിട്ട് ഈ ഇഫ് ക്ലോസ് കിട്ടി കഴിഞ്ഞാൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ് മക്കളെ സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് യെസ് നമ്മൾ കണ്ടുപിടിക്കണം, ആ വേർബിനെ കണ്ടുപിടിക്കണം. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ നോക്കിയേ, യൂസർ ഫോർ ഇമാജിനറി അൺലൈക്ലി സിറ്റുവേഷൻ. സ്ട്രക്ചർ എങ്ങനെയാണ്, ഇഫിന്റെ കൂടെ പാസ്റ്റ് ടെൻസ് ആണ് മെയിൻ ക്ലോസിൽ വന്നതെങ്കിൽ നമ്മൾ വുഡ് പ്ലസ് വേർബ് എന്ത് എവിടെ മെയിൻ ക്ലോസിൽ വരും. ഓക്കെ, ഇത് ഇഫ് ക്ലോസ് ആണ് കേട്ടോ, സോറി മാറിപ്പോയതാണ്. ഇഫ് ക്ലോസിൽ വന്നത് ഇഫ് പ്ലസ് പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ മെയിൻ ക്ലോസിൽ വുഡ് പ്ലസ് വേർബ് വരും. എക്സാമ്പിൾസ്, ഇഫ് ഐ ഹാഡ് എ കാർ, എനിക്കൊരു കാർ ഉണ്ടായിരുന്നെങ്കിൽ ഐ വുഡ് ട്രാവൽ എ ലോട്ട്, ഞാൻ ഒരുപാട് യാത്ര ചെയ്യുമായിരുന്നു. ഇഫ് ഐ വർ എ ബേർഡ്, ഞാനൊരു പക്ഷിയായിരുന്നെങ്കിൽ ഐ വിൽ ഫ്ലൈ ഇൻ ദ സ്കൈ, ഞാൻ ആകാശത്ത് പറക്കുക, ഇങ്ങനെയാണല്ലേ, ഓക്കെ, പറക്കുമായിരുന്നു. അടുത്തത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ തേർഡ് കണ്ടീഷനിലാണ്. ഇത് എന്താ പറയുക, പാസ്റ്റ് ദാറ്റ് ഡിഡ് നോട്ട് ഹാപ്പൻ, ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത പക്ഷേ എന്താ പറയുക സംഭവിക്കാൻ സാധ്യത ഉണ്ടായിരുന്ന ഒരു കാര്യത്തെ കുറിച്ചാണ് ഇത് പറയുന്നത്. ഇതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇഫ് ഉണ്ടാവും, അതിന്റെ കൂടെ ഹാഡ് ഉണ്ടാവും, അതിന്റെ കൂടെ V3 ഉണ്ടാവും. ഓക്കെ, അങ്ങനെ മെയിൻ ഇഫ് ക്ലോസിൽ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ മെയിൻ ക്ലോസിൽ എന്ത് വരും, വുഡ് വരും, ഹാവ് വരും, പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഇവിടെ V3 വരും. ഓക്കെ, ഇതൊക്കെ എന്താണ് നിങ്ങൾ ടെൻഷൻ അടിക്കുന്നുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് പറഞ്ഞു പോവാണ് കേട്ടോ. ഇതിന്റെ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടുള്ള സിംപ്ലിഫൈഡ് വേർഷൻ ഇനി വരാനുണ്ട്, ജസ്റ്റ് യു വെയിറ്റ്. ഓക്കെ, ഇഫ് യു ഹാഡ് സ്റ്റഡീഡ്, നീ എങ്ങനെ എക്സാമിന് നന്നായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ യു വുഡ് ഹാവ് പാസ്ഡ്, നീ നന്നായിട്ട് പാസ്സാകുമായിരുന്നു അല്ലേ. ഇഫ് ഷീ ഹാഡ് ലെഫ്റ്റ് ഏർലിയർ, അവൾ കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഷീ വുഡ് ഹാവ് കോട്ട് ദ ട്രെയിൻ, അവൾ ട്രെയിന് പിടിക്കുമായിരുന്നു, ട്രെയിനിൽ കയറാൻ പറ്റുമായിരുന്നു. ഓക്കെ, നമുക്ക് ഇവിടെ ടെസ്റ്റ് എന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ തന്നിട്ടുണ്ട് കേട്ടോ. ഗൗരി പറയാണ്, ഐ നോ ദേ ആർ ഹെൽത്തിയർ ദൻ റാക്സ് ബട്ട് ഇഫ് ഷാലു ആൻഡ് ഐ സ്റ്റാർട്ട് ബൈയിങ് ദിസ് എവറി മന്ത് ബ്ലാങ്ക്. ഓക്കെ, അതിന്റെ ആൻസർ ഞാൻ നേരത്തെ പറഞ്ഞു, തൊട്ട് താഴെ ആൻസർ തന്നിട്ടുണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ എഴുതാൻ വേണ്ടിയിട്ട്. അപ്പം ഇഫ് ക്ലോസിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു തന്നു. ഒരു ഇഫ് ക്ലോസ് തന്നു കഴിഞ്ഞാൽ സ്റ്റെപ്പ് നമ്പർ 1 എന്ന് പറയുന്നത് മക്കളെ, യു ഹാവ് ടു ഫൈൻഡ് ദ വേർബ് ഇൻ ദ സെന്റൻസ്. ഇനി വേർബ് ഇല്ലെങ്കിൽ മാത്രം വേർബിന്റെ സ്ഥാനത്ത് ജോലി ചെയ്യുന്ന ഓക്സിലറി വേർബിനെ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പം നോക്കാം, ഇഫ് ഷാലു ആൻഡ് ഐ സ്റ്റാർട്ട്, ഈ സ്റ്റാർട്ട് എന്നുള്ളതാണ് ഇവിടുത്തെ വേർബ്. ഈ വേർബ് ഏത് ഫോർമാറ്റ് ആണ് കണ്ടുപിടിക്കുകയാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഏത് ഫോർമാറ്റ് ആണ് കണ്ടുപിടിച്ചു. മൂന്നാമത്തെ ആ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ആ ഫോർമാറ്റിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഓക്സിലറി വെച്ചിട്ട് എഴുതണം. അങ്ങനെ 3 സ്റ്റെപ്പുകളാണ് നമുക്ക് ഇതിനുള്ളത്. സ്റ്റെപ്പ് നമ്പർ 1, ഇഫ് ക്ലോസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, വേർബ് കണ്ടുപിടിക്കണം, ആ സെന്റൻസിലുള്ള വേർബ് കണ്ടുപിടിക്കണം. രണ്ടാമത് ആ വേർബിന്റെ അനുസരിച്ചുള്ള ആ വേർബിന്റെ ഫോർമാറ്റ് കണ്ടുപിടിക്കണം. മൂന്നാമത്തത് ആ വേർബിനനുസരിച്ചുള്ള ഓക്സിലറി എഴുതിയിട്ട് നമ്മൾ ആ സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇവിടെ V1 ആണ് വന്നിട്ടുള്ളതെങ്കിൽ ഇഫ് ക്ലോസിന് 2 ഭാഗം ഉണ്ട് എന്ന് പറഞ്ഞില്ലേ. ആദ്യത്തെ ഭാഗത്തിൽ V1 വരികയാണെങ്കിൽ രണ്ടാമത്തെ ഭാഗത്തിൽ എന്ത് വരും, വില്ല് ഇവിടെ നോക്ക്, വില്ല്, ഷോള്, ക്യാന്, മേ പ്ലസ് V1. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഈ ഷോളും ഷുഡും വല്ലപ്പോഴും മാത്രം നമ്മൾ എഴുതാറുള്ളൂ കേട്ടോ, ഒരു സജഷന്റെ കേസിൽ മാത്രം നമ്മൾ എഴുതാറുള്ളൂ. ബാക്കി 3 ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം, ഒരു പ്രശ്നവുമില്ല. ബട്ട് ആ ഒരു ആൻസറുമായിട്ട് ലോജിക് ഉണ്ടാവണം, കണക്ട് ആവണം, അത്രേ നിർബന്ധമുള്ളൂ. ഓക്കെ, ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഇതിൽ ഏത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും, പ്ലസ് V1. അപ്പൊ V1 ആണ് അവിടെ വന്നത്, അതുകൊണ്ട് ഇഫ് ക്ലോസിൽ V1 വന്നതുകൊണ്ട് മെയിൻ ക്ലോസിൽ നമ്മൾ എഴുതണം എന്താ, അവിടെ ഉണ്ടാവും മെയിൻ ക്ലോസിൽ എന്തുണ്ടാവും, സബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി പ്ലസ് വേർബ് ഉണ്ടാവും. ഓക്കെ, പ്ലസ് ഒബ്ജക്റ്റ് ഓപ്ഷണൽ ആണ് കേട്ടോ. അപ്പൊ സബ്ജക്റ്റ് എന്ന് പറയുന്നത് യെസ്, ഇവിടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ഇഫ് ഷാലു ആൻഡ് ഐ സ്റ്റാർട്ട് ബൈയിങ് ദീസ് എവറി മന്ത്, എന്താണ്, ഷാലു ഞാനും ഇത് എല്ലാ മാസം മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, നമുക്ക് വീട്ടിൽ പൈസയൊന്നും ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റും. നിങ്ങളിവിടെ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല, ഇതിന്റെ ആൻസർ താഴെ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. വി മേ നോട്ട് ഹാവ് മണി ടു ബൈ ഹൗസ് ഹോൾഡ് ഗുഡ്സ്. നിങ്ങളെ ആൻസറേക്ക് നോക്കിയ സമയത്ത് ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല. എന്തുകൊണ്ടാണ് ഇത് അവിടെ ആൻസർ ആയിട്ട് വന്നത്, അവിടെ സബ്ജക്റ്റ് ഉണ്ട്, വി മേ, ഞാൻ പറഞ്ഞ ഓക്സിലറി ലിസ്റ്റ് കാന്, മേ, ഷാള്, വില്ല്, അതിൽ ഏതെങ്കിലും ഒരു ഓക്സിലറി, മേ ഇവിടെ ഉണ്ട്. നോട്ട് ഹാവ് മണി ടു ബൈ, ഹാവ് മണി അല്ലെ, ഹാവ് എന്നാണ് ഇവിടെ വേർബ് വന്നിട്ടുണ്ട്. അപ്പം സബ്ജക്റ്റ് വന്നു, ഓക്സിലറി വന്നു, V1 വന്നു. ഓക്കെ, ഇവിടെ മേ എന്ന് പറയുന്ന ഓക്സിലറി വന്നു,
V1 വന്നു. ഞാൻ പറഞ്ഞ നിയമം ഓർമ്മയുണ്ടോ? ഇതിൽ ഏതെങ്കിലും ഒരു ഓക്സിലറി വരണം, V1 വരണം. അങ്ങനെ വന്നതുകൊണ്ട് ആൻസർ ഓൾറെഡി ഇവിടെ തന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് വേണമെങ്കിൽ പുറത്തുനിന്നുള്ള ആൻസേഴ്സ് ഒക്കെ എഴുതാം. ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആയിരിക്കും. ഓക്കെ, അത് കറക്റ്റ് ആയിരിക്കും, യാതൊരു കുഴപ്പമില്ല. പക്ഷെ ഓൾറെഡി ആൻസർ ഇവിടെ തന്നതുകൊണ്ട് നമ്മൾ ഇതന്നെ ചൂസ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് we may not have money to buy household goods എന്നാണ് ഇതിന്റെ ആൻസർ വരുന്നത്. അടുത്ത നോക്കുക, my daughter needs help with French but I'm sorry if you were a European blank. അവിടെ തന്നിട്ടുണ്ട്, എന്ത് ബ്ലാങ്ക് തന്നിട്ടുണ്ട്. തൊട്ട് താഴെ നോക്കുക, ഹയർ ഓൺലി യൂറോപ്യൻസ്, ഡസ് ബീങ് യൂറോപ്യൻ റിയലി മാറ്റർ? നിങ്ങൾ യൂറോപ്യൻസിനെ മാത്രമേ ഹയർ ചെയ്യുന്നുള്ളൂ, യൂറോപ്യൻ ആകുന്ന വലിയ കാര്യമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം തൊട്ട് മുകളിൽ ഹയർ ചെയ്യുന്നതിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ഇവിടെ ചോദിക്കുന്നുണ്ടെങ്കിൽ ഇഫ് യു വർ എ യൂറോപ്യൻ, നീ ഒരു യൂറോപ്യൻ ആയിരുന്നെങ്കിൽ എന്നാണ് പറയുന്നത്, ഞാൻ നിന്നെ പണിക്ക് എടുക്കുമായിരുന്നു അല്ലെ. അപ്പൊ എന്താണ് വരിക? ഇഫ് യു വർ എ യൂറോപ്യൻ. ഇവിടെ വന്നത് ഇവിടെയാണ് മക്കളെ ഞാൻ പറഞ്ഞത്, ഇവിടെ എന്തില്ല, വേർബ് ഇല്ല അല്ലെ. ഈ സെന്റൻസിൽ വേർബ് ഇല്ല, പകരം ഓക്സിലറി ആണ് വേർബിന്റെ സ്ഥാനത്തുള്ളത്. പക്ഷെ ഈ വേർബ്, ഈ ഓക്സിലറി എന്താണ്? ഓക്സിലറി V2 ആണ് കേട്ടോ. കാരണം ഈ വാസും വേറും പാസ്റ്റ് ടെൻസ് ആണ്, അത് V2 ആണ്. V2 ആയതുകൊണ്ട് V2 വന്നു കഴിഞ്ഞാൽ നിയമം എന്താണ് നിങ്ങൾ നോക്കുക, ഇഫ് ക്ലോസിൽ V2 വന്നു കഴിഞ്ഞാൽ വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ്, ഇതിൽ ഏതെങ്കിലും ഒരു ഓക്സിലറി വരണം, പ്ലസ് നമ്മൾ V1 എഴുതണം. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ഇഫ് യു വിയർ യൂറോപ്യൻ, നീ ഒരു യൂറോപ്യൻ ആയിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ പഠിക്കെടുക്കുമായിരുന്നു. അപ്പൊ എങ്ങനെ എഴുതാം? I would hire you അല്ലെ. I would hire you എന്ന ആൻസർ എഴുതിയിട്ടുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ ആ നിയമം പാലിച്ചോ? യെസ്, വുഡ് നമ്മൾ യൂസ് ചെയ്തു, പിന്നെന്ത് ചെയ്ത് നമ്മൾ V1 യൂസ് ചെയ്തു, നമ്മൾ നിയമം പാലിച്ചു. സബ്ജക്റ്റ് ഉണ്ട്, ഒബ്ജക്റ്റ് ഉണ്ട്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഒരു ഇഫ് ക്ലോസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഇവിടെ ഒരുപാട് എക്സസൈസസ് തന്നിട്ടുണ്ട്. എൻ്റെ പൊന്നുമക്കൾ എന്ത് ചെയ്യുക, നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് വായിച്ചു നോക്കുക. ഈ എക്സസൈസസ്, ഈ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക, എന്നിട്ട് ഇതൊന്ന് ചെയ്ത് നോക്ക് മക്കളെ. നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇത് ക്ലിയർ ആണെങ്കിൽ, ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് യു ആർ വണ്ടർഫുൾ, നിങ്ങൾ അടിപൊളിയാണ്. ഓക്കെ, ഇതൊക്കെ ഒന്ന് ചെയ്തു നോക്കുക. ഇത് ചെയ്തു നോക്കിയിട്ട് കിട്ടുന്നില്ലെങ്കിൽ വീണ്ടും ആ ഒരു ടേബിൾ എടുത്ത് നോക്കുക. ആ ടേബിളിൽ വരുന്ന ആൻസർ വൈസ്, അല്ലെങ്കിൽ ആ ടേബിൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ സിമ്പിൾ ആയിട്ട് മനസ്സിലാവില്ല എങ്ങനെ ആൻസർ വരുന്നതെന്ന്. അപ്പൊ കംപ്ലീറ്റ് ആൻസേഴ്സ് ഇവിടെ ഉണ്ട്. യെസ്, കംപ്ലീറ്റ് ചോദ്യം ഇവിടെ ഉണ്ട്. ഐ എം സോറി. എന്നിട്ട് നിങ്ങൾ ചെയ്തിട്ട് ലാസ്റ്റ് ആൻസർ കിട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ എന്ത് ചെയ്യുക, ഒന്നിങ്ങോട്ട് മറിച്ച് നോക്കുക. ഇവിടെ ആൻസേഴ്സ് തന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇവിടെ ആൻസേഴ്സ് തന്നിട്ടുണ്ട്. ഇതും സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ നോക്കുക, നിങ്ങൾ എഴുതിയത് ശരിയാണോ എന്ന്. ഓക്കെ, താങ്ക് യു ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ്.